ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതി ഈ പ്രഭാതത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് കെടാത്ത തീ എന്നതാണ്. കെടാത്ത തീ. ഈ കെടാത്ത തീ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന നരകത്തെക്കുറിച്ചാണ്. കാരണം അവിടുത്തെ തീ കെടുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല എന്നൊക്കെ നാം വായിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന നിത്യനരകം, അവിടെ കെടാത്ത തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കെടാത്ത മറ്റൊരു തീയുണ്ട്. അതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ യാഗപീഠത്തിലെ തീയാണത്. രാത്രി മുഴുവനും തീ കെടാതെ കത്തിക്കൊണ്ടിരിക്കണം. രാത്രി മുഴുവനും തീ കത്തിക്കൊണ്ടിരിക്കണം എന്നാണ് ദൈവം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കാരണത്താൽ സന്ധ്യയ്ക്ക് യാഗപീഠത്തിൽ കനൽ കെടാതിരിക്കുവാൻ ആവശ്യമായ ക്രമീകരണം ചെയ്തിട്ട് മാത്രമേ പുരോഹിതന് കിടന്നുറങ്ങുവാനായിട്ട് കഴിയൂ. യാഗപീഠത്തിലെ തീ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് പുരോഹിതൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കിട്ടുപോകാൻ പാടില്ല. ആവശ്യത്തിനുള്ള വിറക് യാഗപീഠത്തിന്മേൽ പുരോഹിതൻ അടുക്കണം. കൂടാതെ ഹോമയാഗവും സമാധാനയാഗവും എൻ്റെ മേധസ്സും വിറകിൽ വെച്ച് കത്തിക്കണം. അവയുടെ മേധസ് ഉരുകി ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന ആ മേധസ് കൊണ്ട് ഈ തീ രാത്രി മുഴുവനും ഇങ്ങനെ കുറേശ്ശെ കത്തിക്കൊണ്ടിരിക്കും. ഫാറ്റ് താഴെ വീഴുമ്പോൾ പെട്ടെന്നൊന്ന് കത്തും. അങ്ങനെ ഫാറ്റ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴും. അത് അങ്ങനെ തീയെ കത്തിച്ചുകൊണ്ടേ അങ്ങനെ ഇരിക്കും. യാഗപീഠം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിലേക്കുള്ള പാപിയുടെ പ്രവേശനത്തിനുള്ള ദൈവിക ക്രമീകരണമാണ്. യാഗപീഠം കൂടാതെ ഒരു പാപിക്ക് ഒരിക്കലും ദൈവത്തോട് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് യാഗപീഠത്തിന്മേൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഒരു പാപിക്ക് ഏത് സമയത്തും ദൈവസന്നിധി ചെല്ലുവാനുള്ള ക്രമീകരണം ദൈവം ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ദൈവവുമായുള്ള നല്ല ബന്ധത്തിൻ്റെ സൂചനകളാണ് നൽകുന്നത്. നിരന്തരം പുതുക്കപ്പെടുന്നതും സജീവമായി നിലനിൽക്കുന്നതുമായ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് സാധ്യമാകുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എത്ര മനോഹരമായിരിക്കൊരു ചിത്രമാണല്ലേ. രാത്രി മുഴുവനും അതെ ഇരുട്ട് മുഴുവനുള്ളപ്പോൾ ആ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കനലാണത് കത്തിക്കൊണ്ടിരിക്കും. താഴെ അതിന് മേധസൂര്യക്ക് വീഴുമ്പോൾ അത് കത്തും. അങ്ങനെ ആളി കത്തി 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 കത്തിയിരിക്കും. അപ്പോൾ യാഗമെന്ന് പറയുന്നത് സമർപ്പണത്തെ കാണിക്കുന്നതാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുക പറഞ്ഞിട്ടുണ്ട്. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായ യാഗമായി, ജീവനും വിശുദ്ധിയും പൂർണ്ണതയുമുള്ള യാഗമായി അർപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് നാം നിരന്തരം ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ ഒരു നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടതാണ്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ ചിത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ കർത്താവ് അത് തന്നെയല്ല ചെയ്തത്. കർത്താവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ പ്രസക്തി എന്താണ്? ഏകയാഗത്താൽ സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ്. ഏകയാഗത്താൽ കർത്താവിൻ്റെ യാഗമെന്ന് പറയുന്നത് ഏകയാഗമാണ്. പഴയ നിയമത്തിലെ യാഗശാലയിൽ വ്യത്യസ്ത മൃഗങ്ങളെ അറുത്ത് ഒന്നതിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കത്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിത്യയാഗമായി, ദൈവത്തിന് കൊള്ളാകുന്ന യാഗമായി, നിരന്തര യാഗമായി ദൈവസന്നിധി തിരികെയാണ്. വീണ്ടും വീണ്ടും യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല. ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. എബ്രായലേഖനം 10-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണെന്ന് വായിക്കുന്നത്. അങ്ങനെ സൽഗുണപൂർത്തി പ്രാപിച്ചവരായ നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും പ്രസാദവും പൂർണ്ണതയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതങ്ങൾ യാഗശാലയിൽ തന്നെ ഇരിക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതങ്ങൾ യാഗശാലയിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടാകണം. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ യാഗശാലയിൽ ഇരിക്കുന്ന ഒരു യാഗവസ്തുവാണ്. ദൈവത്തിന് പ്രസാദം വരുന്നതായിരിക്കുന്ന സുഗ്രാഹി യാഗമായി കത്തിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണത്. ആ ഒരു അവയർനെസ്, ആ ഒരു അവബോധം എന്ന് പറയുന്നത് എത്ര പ്രധാനമാണ്. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ യാഗശാലയിലാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ എപ്പോഴും ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള സുഗന്ധവർഗമായിട്ട് ഞാൻ ഉയരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ആ ചിത്രം ഒരു വിശ്വാസി എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഓർക്കേണ്ടതാണ്. ഞാൻ കർത്താവിൻ്റെ വകയാണ്, കർത്താവിനുള്ളവനാണ്, ഞാൻ കർത്താവിൻ്റെ യാഗശാലയിൽ ഇരിക്കുന്നവനാണ്, ഞാൻ ഹോമയാഗമായി ദൈവത്തിന് എപ്പോഴും ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എപ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയണം. അപ്പോൾ മാത്രമേ ദൈവപ്രസാദമുള്ള ജീവിതങ്ങൾ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയൂ. നമ്മളങ്ങനെയല്ല. ചിലപ്പോൾ ഈ ഒരു യാഗമൃഗത്തെ ജീവനോടെ അറക്കാതെ യാഗമൃഗത്തെ കൊണ്ടുവന്ന് യാഗശാലയിൽ വെച്ചിട്ട്
കാലും കയ്യും കെട്ടി അതിൻ്റെ അപ്പുറത്ത് അറക്കാത്ത ആടിനെ ഇട്ടിട്ട് താഴെ തീ കൊടുത്താൽ തീ ചൂടാകുമ്പോൾ ആട് കിടന്ന് വെപ്രാളം പിടിച്ചെത്തി അതിൻ്റെ കയർ കരിഞ്ഞു പോവും, ആടിരുന്നിട്ട് ചാടുകയും ചെയ്യും. പിന്നെ ജീവിതകാലം മുഴുവനും അത് അലച്ചും കൊണ്ട് പാതി പൊള്ളി പാതി ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. പല വിശ്വാസികളും അങ്ങനെയൊക്കെയാണ്. പൂർണ്ണമായ യാഗശാലയിൽ വെക്കാത്തതുകൊണ്ട് അവർ യാഗശാലയിലൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു മുറിവേറ്റവരായിട്ട് പോകുന്ന ഒരു അനുഭവമാണ് അവർക്കുള്ളത്. അപ്പം നുറുക്കലിൽ വരുന്ന ചില ആളുകൾ രോഗികളായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന ശേഷം രോഗികളാകുന്നു. വേറെ ചിലരുടെ രോഗം അതുകൊണ്ട് വർദ്ധിക്കുന്നു, വേറെ ചിലർ മരണപ്പെടുവാൻ ഇവിടെയാകുന്നു. ദൈവം ഉദ്ദേശിച്ചുള്ള കാര്യം അതല്ല. കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവരെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രമെന്നാണ്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമെന്നാണ്. അത് നമുക്ക് ആരോഗ്യവും ആയുസ്സും ബലവും തരേണ്ടതാണ്. പക്ഷേ അനേകം രോഗികളായി തീരുകയും മരണമടയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യാഗം കഴിക്കേണ്ടത് പ്രമാണങ്ങളനുസരിച്ച് യാഗം കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നതാണ്, നിങ്ങളുടെ യാഗശാലയിൽ ഒരിക്കലും തീ കെട്ടുപോകരുത്. 24 മണിക്കൂറും അതിൽ കാണും. പകൽ മുഴുവൻ യാഗങ്ങൾ ഓരോന്നിനും കടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തീർത്ത പ്രശ്നമില്ല. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ എത്രയോ 1000-10,000ങ്ങളുണ്ട്. പാപം ചെയ്യുന്നതായിരിക്കുന്ന ആളുകളാണ്. പോരത്തിനും ആടിനെ കൊണ്ടുവരുന്നു, വേറത്തിനും ആടിനെ കൊണ്ടുവരുന്നു, വേറത്തും പ്രാവിനെയും കൊണ്ടുവരുന്നു, വേറത്തും മാവും കൊണ്ടുവരുന്നു. ഇങ്ങനെ ആളുകളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്, യാഗം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഒന്നിനു പുറകെ ലേവ്യക്കാരിങ്ങനെ അതിനെ അറുത്തുകൊണ്ടിരിക്കുന്നു, കൊണ്ടുവരുന്നു, രക്തം തളിക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ സന്ധ്യയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയി കഴിയും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ യാഗം ശാലയിലെ തീയെ കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ദൈവം പറഞ്ഞാൽ കെടാൻ പാടില്ലെന്ന് പറഞ്ഞു. കെടാൻ പാടില്ല. ആ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണേ, അതിന്മേൽ വിറക് വേണം. അതിന്മേൽ വിറക് എപ്പോഴും വെക്കാൻ എന്താ ന്യായീകരണം? യാഗം മേധസ് അത് ദഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവിടെ സമാധാനയാഗവും ഭോജനയാഗവും ഒക്കെ അവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തെ കാണിക്കുന്ന നല്ല ചിത്രമാണ്. എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ നാം യാഗമായി അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരം കത്തിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ കത്തിക്കൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് കത്തുന്ന പുക സ്വർഗത്തിലേക്ക് പ്രാർത്ഥനയായും ആരാധനയായും ഉയരട്ടെ. അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുകയും നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ.